ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള, പ്രത്യേകിച്ച് ദരിദ്രരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകൾക്ക് നന്മ ചെയ്യാൻ അള്ളാഹു പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ആ സമൂഹത്തിലെ അത്തരത്തിൽ പതിതമായി നിൽക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തോട് അള്ളാഹു അവൻ്റെ ആരാധനയുമായി തന്നെ ചേർത്തു വച്ചുകൊണ്ടാണ് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, നിങ്ങൾ ഒന്നിനെയും അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനിവാര്യമായ ചില സാമൂഹിക ബാധ്യതകളെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നത്. അത് മാതാപിതാക്കളോടുള്ള ബന്ധമാകും, അതുപോലെ തന്നെ അയൽക്കാരോടുള്ള ബന്ധങ്ങളാവും, അതുപോലെ തന്നെ സഹയാത്രികനോടുള്ള ബന്ധമാകും. അങ്ങനെ പലതുമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് വിശദീകരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഈ സാമൂഹിക വീക്ഷണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും നമുക്ക് കാണാനാവും. ഞാനിങ്ങനെ പറയാൻ പ്രധാനമായ കാരണം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും വിമർശനം ഉന്നയിക്കുന്നവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ സാമൂഹിക വീക്ഷണങ്ങളെക്കുറിച്ച് വേണ്ട പോലെ പഠിക്കാറില്ല. നബി ഒരു യുദ്ധകൊതിയനായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും വൈവാഹിക ജീവിതത്തിനോട് ഔത്സുക്യം കാണിച്ച ഒരാളായിരുന്നു എന്നും പറയാറുണ്ട്. അത് വൈവാഹിക ജീവിതത്തോടുള്ള ഔത്സുക്യം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കുറച്ചുകൂടി മോശമായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയെ ഒരു ഭോഗ വസ്തുവായി കാണുന്ന വിധം നബി തിരുമേനി അവിടുത്തെ ഭാര്യമാരുമായി അതുപോലെ തന്നെ അവിടുത്തെ അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്ന രീതികൾ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തെ കാണാതെ പോവുകയാണ്. നബി ഒരു സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ട ഒരാളാണ്. ഒരു ജപമാല കയ്യിൽ പിടിച്ച് ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലക്കെ ഇരുന്ന ഒരു റസൂലിനെ അല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പരിചയപ്പെടുത്തിയത്. അങ്ങനെ ഏതെങ്കിലും ഒരു ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ കേവലം ഒരു തുരുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. അതായിരിക്കും ഒരുപക്ഷെ അന്നും ഇന്നും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിച്ചുകൊണ്ട് അന്ന് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എന്തൊരു റസൂലാണ്, ചന്തയിലൂടെ നടക്കുകയും നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരാൾ. മാലി ഹാദർ റസൂൽ, എന്താണ് ഈ പ്രവാചകൻ? യഅ്കുലു തആമ വ യംശി ഫിൽ അസ്വാഖ്, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു, ചന്തയിലൂടെ നടക്കുന്നു, അതായത് സമൂഹ ജീവിതത്തിൽ ഇടപെടുന്നു. സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വഴിയിലും എല്ലാ തുറയിലും മുഹമ്മദ് മുസ്തഫയെ കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കാണുന്ന ഒരു പ്രവാചകനെ എങ്ങനെ ഒരു പ്രവാചകനായി കാണാനാകും? ആളുകളുടെ ഒരു മിഥ്യാധാരണയാണ് മതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരാളാകണം. മതവിശ്വാസി എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലും ഒരു തസ്ബീഹിൻ്റെ മാലയും മറിച്ച് ഇങ്ങനെ ഇരിക്കണം. സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ബന്ധവും അവന് പാടില്ല. അങ്ങനെയും മതങ്ങളുണ്ടാകും, പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല. മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാറുണ്ട്. മതം എന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതത്തെ തന്നെ മൊത്തത്തിൽ ഒരു മിഥ്യയായി കാണുന്നിടത്താണ്. ഇന്ത്യയിലെ അദ്വൈത വേദാന്തം പോലെയുള്ള ചില ദർശനങ്ങളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ ഈ അദ്വൈത വേദാന്തം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പ്രപഞ്ചം മിഥ്യയാണെന്നാണ്. ഇതൊരു പാഴ്വാക്കാണ്, ഇതൊരു സ്വപ്നം പോലെയാണ്. ഇവിടെ നിന്ന് എൻ്റെ പ്രസംഗം പോലും ഒരു സ്വപ്നമാണ്. അങ്ങനെ ഈ പ്രപഞ്ചം ഒട്ടാകെ ഒരു മിഥ്യയാണ്. ഈ പ്രപഞ്ചത്തിന് അങ്ങനെ അത്തരത്തിലൊരു യാഥാർത്ഥ്യം ഇല്ല എന്ന് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിത് സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയല്ല, മറിച്ച് ഈ ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും കൂടി ഒരുമിച്ച് കാണുകയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടുന്ന് യുദ്ധം ചെയ്തു, അവിടുന്ന് വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാതിരുന്ന പ്രവാചകാനുയായികളോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നു എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വൈവാഹിക ജീവിതത്തിൻ്റെ ആ പ്രണയാതുരതയെ നബി തിരുമേനി നമുക്ക് കാണിച്ചു തന്നു. വൈവാഹിക ജീവിതത്തിൻ്റെ ആ സ്നേഹം, അതിൻ്റെ പ്രണയം, അതിൻ്റെ എല്ലാ ആർദ്രഭാവങ്ങളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടുത്തെ പ്രിയതമന്മാരുമായുള്ള ഇടപെടലുകളിൽ നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എൻ്റെ സുന്നത്താണ്.
ഹാദിഹി സുന്നത്തി, ഇതെന്റെ ചര്യയാണ്. എൻ്റെ ചര്യ, വൈവാഹിക ജീവിതം എൻ്റെ ചര്യയാണ്. അതുകൊണ്ട് ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, ആരെങ്കിലും എൻ്റെ ഈ ചര്യയിൽ നിന്ന് വേറിട്ടു പോയാൽ, അതിൽ താല്പര്യമില്ലാതെ പോയാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അതായത് എൻ്റെ ചര്യയും എൻ്റെ ഈ ആചാരങ്ങളും എൻ്റെ വിശ്വാസക്രമങ്ങളും അല്ല അവനുള്ളത് എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വരുന്നത്, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊരു സമഗ്രമായൊരു ജീവിതഭാവമുണ്ട്. അതുകൊണ്ടാണല്ലോ ലോക ചരിത്രകാരന്മാർ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ മഹാനായ പ്രവാചകന്റെ ജീവിതത്തെ നോക്കി കേവലം ഒരു മതാത്മക ജീവിതം എന്ന് വിളിച്ചിട്ടില്ല. ദി 100 നബി തിരുമേനിയാണ് ആദ്യമായി ഒന്നാമതെത്തിച്ചത്. അതിൽ മിക്കൽ അച്ചഹാറ്റ് ആദ്യമേ പറഞ്ഞു, ഞാൻ മുഹമ്മദിനെയാണ് ഒന്നാമത് എഴുതിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതാൻ ഒരു പ്രധാന കാരണമുണ്ട്. മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് ഇൻ ഹിസ്റ്ററി. ഈ മാനവ ചരിത്രത്തിന്റെ ഇന്നേ വരെയുള്ള വഴികളിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ചരിത്രത്തെ സ്വാധീനിച്ച വ്യക്തികൾ എന്ന നിലയിൽ ആരെങ്കിലും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒന്നാമത് മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തിരഞ്ഞെടുക്കുന്നിടത്ത് ഒരു പക്ഷേ ചിലർ എന്നെ ചോദ്യം ചെയ്തേക്കാം. ചിലർക്ക് അതൊരു സംശയവും അതുപോലെ തന്നെ ഒരു അത്ഭുതവും ഉളവാക്കിയേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽസ്. രണ്ടു രംഗത്തും ജയിച്ച ജീവിതത്തിന്റെ രണ്ട് രീതികൾ, അതായത് മതാത്മകമായ ഒരു ആനന്ദവും അത്തരത്തിലൊരു ആത്മീകമായ ജീവിതവും മാത്രമല്ല, യുദ്ധവും സാമൂഹിക ജീവിതവും ദാമ്പത്യ ജീവിതവും എല്ലാം ഉള്ളടക്കം ചെയ്യപ്പെടുന്ന ഒരു സമഗ്ര ജീവിതത്തെ ഏറ്റവും നന്നായി വിജയിപ്പിച്ചയാൾ മുഹമ്മദ് മാത്രമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണേണ്ടത്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്, ഈ സ്ത്രീ ഒരു കാലത്ത് മാനഹാനിയിൽ അപമാനിതയായി നിന്നിരുന്ന പെണ്ണിനെ ഏറ്റവും വിശുദ്ധമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. വിശുദ്ധ ഖുർആൻ ആ കാലത്തെ അടയാളപ്പെടുത്തുന്നിടത്ത് വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജഹുഹു മുസ്വദ്ദൻ വഹുവ കലീം എന്ന് തന്നെ പറയുന്നു. ഒരു പെൺകുട്ടി ജനിച്ചു എന്നെങ്ങാനും ഒരു വാർത്ത കേൾക്കപ്പെടുമ്പോൾ ഒരു പിതാവിനുണ്ടായിത്തീരേണ്ടത് സ്വാഭാവികമായ സന്തോഷമാണ്. പക്ഷെ ആ സന്തോഷമല്ല അദ്ദേഹത്തിനുണ്ടാകുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ മുഖം വികൃതമാകും, അദ്ദേഹം രോഷം കൊണ്ട് വിറക്കും, അദ്ദേഹം എന്നിട്ട് ആ നാണക്കേട് അവസാനിപ്പിച്ചു കളയാനുള്ള ശ്രമം നടത്തും. അവന്റെ മുഖം ഇരുളുമായിരുന്നു, കറുത്ത് ഭീകരമാകുമായിരുന്നു. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന ചിന്തയുണ്ടാകുമായിരുന്നു. ജനിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവൾ, ജന്മം കൊടുക്കപ്പെടുന്ന അങ്ങനൊരു സാഹചര്യം പോലും ഇല്ലാതിരുന്നവൾ. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസാന കാലത്ത് മഹ്ശറയിൽ വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചോദ്യം വഇദൻ നുഫൂസു സുവിജത് വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്നാണ്. കുഴിച്ചുമൂടപ്പെട്ട പെണ്ണ്, ആ കുഴിച്ചുമൂടപ്പെട്ട പെണ്ണിനോട് ചോദിക്കപ്പെടും, എന്തിനാണ് നീ കൊല ചെയ്യപ്പെട്ടത്? എന്തായിരുന്നു നിന്റെ കൊല ചെയ്യപ്പെടാനുള്ള കാരണം? ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടപ്പെടണം എന്ന് അള്ളാഹുവിന് നിർബന്ധമുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. ഇവിടെ മഹാന്മാരായ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള ഒരു അർത്ഥകൽപ്പന അത്ഭുതകരമാണ്. അവർ പറയുന്നു, ഈ മൗഊദത്ത് എന്ന് പറയുന്നതിൽ സത്യത്തിൽ കേവലം മണ്ണിൽ കുഴിച്ചുമൂടപ്പെട്ട പെണ്ണ് മാത്രമല്ല, സ്നേഹം നിഷേധിക്കപ്പെട്ട പെണ്ണ് ഒരു തരത്തിൽ കുഴിച്ചുമൂടപ്പെട്ടവളാണ്. സ്നേഹരാഹിത്യം നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തമായി നമ്മൾ കാണേണ്ടത് ഈ സ്നേഹരാഹിത്യമാണ്. സ്നേഹം ഇല്ലാതെ പോകുന്ന കുടുംബങ്ങൾ, അത് മൗഊദത്താണ്. ഇന്ന് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നാളെ വിധവാ ദിനമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്, സൈബർ വിധവകളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭർത്താവ് ജീവിക്കുന്നുണ്ടാവും, പക്ഷേ ഭർത്താവിനാകെ പണി ഈ മുറുക്കാൻ തേക്കുന്നത് പോലെ ഇത് തേച്ചുകൊണ്ടിരിക്കലാണ്. ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ അവൻ ആലോചിക്കുന്നില്ല. സ്നേഹരാഹിത്യത്തിന്റെ അമൂർത്തമായ ഭാവങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, യാതൊരു തരത്തിലും. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ അതിനർത്ഥം കൊടുത്തപ്പോൾ അങ്ങനെ സ്നേഹമില്ലാതെ കുഴിച്ചുമൂടപ്പെട്ട പെണ്ണ്, ജീവിതം ഹോമിക്കപ്പെട്ട പെണ്ണ്, ജീവിതത്തിന്റെ ഈ കാലമത്രയും ഭർത്താവുമായി പോലും സഹവസിക്കുമ്പോഴും സ്നേഹം ലഭ്യമാകാതിരുന്ന പെണ്ണ്, അവളോടുമായിരിക്കും ആ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കേണ്ടവൻ ഭർത്താവാണ്, അല്ലെങ്കിൽ പുരുഷനാണ്. യഥാർത്ഥത്തിൽ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ തലം സ്നേഹമാണെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് മുസ്തഫയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിലേക്ക് നോക്കൂ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത,
അവിടുന്ന് അവരുടെ പ്രിയപ്പെട്ടവരുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ ഒരു വലിയ ആനന്ദം നബി തിരുമേനിയുടെ ആദ്യത്തെ പ്രിയതമയായ സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു അൻഹയുമായുണ്ട്. ഖദീജ നബി തിരുമേനിയുടെ മുമ്പിൽ വരുന്നത് ഖദീജക്ക് 40 വയസ്സും മുഹമ്മദ് മുസ്തഫക്ക് 25 വയസ്സും ഉള്ളപ്പോഴാണ്. യൗവനയുക്തനായ ആരോഗ്യദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ 40കാരി. പക്ഷേ ആ ബന്ധം അങ്ങനെ തുടങ്ങി. ഏതാണ്ട് 60 കഴിഞ്ഞു നിൽക്കുന്ന ഖദീജ വഫാത്താകുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെണ്ണും ഖദീജയായിരുന്നു. വയസ്സായി മരിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ചിന്തിക്കാറുണ്ടായിരുന്നു മുഹമ്മദ് നബി. അവർ വഫാത്തായിട്ട് ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ കഴിയുമ്പോഴും തന്റെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ വന്ന് ഒരു വിവാഹം ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴും അവിടുത്തെ 2 കണ്ണുകളും ഒഴുകിച്ചാടിയിട്ട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഖദീജയെ എനിക്ക് മറക്കാനാകുമോ എന്നായിരുന്നു. നമ്മളിങ്ങനെ ഇസ്ലാമിക വിമർശകർ, പലപ്പോഴും പ്രവാചക വിമർശകരായി മാറുന്നവർ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതിൽ ഒന്നാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ കുറെ പെണ്ണ് കെട്ടിയാൽ, കുറെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നയാൾ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വിവാഹം നബി തിരുമേനി ഖദീജയുടെ മരണാനന്തരവും വിവാഹം ചെയ്യാൻ മടിച്ചിരുന്നു എന്നാണ്. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ ഖദീജയെ സ്നേഹിച്ചു. നബി ഖദീജയിൽ നിന്ന്, അതായത് ഖദീജ വഫാത്തായതിനു ശേഷമുള്ള പ്രവാചക ജീവിതമാണ് നബി തിരുമേനിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുസ്സഹമായ കാലം പോലും. ആ കാലത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയാറുണ്ട്. ഒരുതരം ദുഃഖത്തിന്റെ, പീഡനങ്ങളുടെ കാലമായിരുന്നു സയ്യിദുന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പീഡനങ്ങൾ. നബി കഅബത്തു ഷരീഫയിൽ ചെന്നു നിന്നാൽ, അവിടുന്ന് സുജൂദ് ചെയ്താൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടിടുന്ന കാലം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ അപഹസിച്ച കാലം. കാരണം അതിനു മുമ്പ് ഖദീജയും ഉണ്ടായിരുന്നു, മറ്റൊന്ന് അബ്ദുൽ മുത്തലിബും ഉണ്ടായിരുന്നു. ഖദീജ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ശക്തിയായിരുന്നു എന്നാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദരിദ്രൻ എന്ന് വിളിക്കുമ്പോൾ ഖദീജ പറയും: ദരിദ്രനല്ല എൻ്റെ മുഹമ്മദ്, ഞാൻ എൻ്റെ ഈ സമ്പത്ത് മുഴുവനും എൻ്റെ മുഹമ്മദിന് നൽകിയിരിക്കുന്നു എന്നായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ നബി തിരുമേനി വിവാഹം ചെയ്യാൻ മടിച്ചു നിന്നിരുന്നു. തൻ്റെ മകൾ ഫാത്തിമ, മൂത്ത മകൾ ഫാത്തിമക്ക് 8 വയസ്സേ ഉള്ളൂ. മകളാണ് അന്ന് ആ കുടുംബം പോറ്റിയിരുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണ് ആ കുടുംബത്തിൽ ആ കാലത്തുണ്ടായിരുന്ന ഫാത്തിമയെ കുറിച്ചാണ് ഈ ചരിത്രകാരന്മാർ ഉമ്മു അബീഹ എന്ന് വിളിക്കാറുള്ളത്. അതായത് വാപ്പയുടെ മാതാവിനെ പോലെ ജീവിച്ച പെൺകുട്ടി. വാപ്പയുടെ മാതാവിനെ പോലെ ജീവിച്ചു എന്ന് പറയാൻ മറ്റു മക്കളെ വളർത്തുകയും അതോടൊപ്പം വാപ്പയെ പരിചരിക്കുകയും ചെയ്തു ആ 8 വയസ്സുകാരി. ആ 8 വയസ്സുകാരിക്കന്ന് ഉമ്മയുണ്ടായിരുന്നില്ല. ഉമ്മയില്ലാത്ത അടുക്കളയിൽ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനോട് പലരും ആവശ്യപ്പെട്ടു. ഉമ്മുഹാനിയെ പോലെയുള്ള സ്ത്രീകൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങൾ വിവാഹം ചെയ്യണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തില്ല. നബി തിരുമേനി പിന്നീട് വിവാഹം ചെയ്തതും അതുപോലെ അതേ പ്രായമുള്ള മറ്റൊരു സ്ത്രീയെയാണ്. 17ഉം 9ഉം വയസ്സുള്ള സ്ത്രീയെ അല്ല അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വിവാഹം ചെയ്തത്. മറിച്ച് ഖദീജ പോകുമ്പോൾ 66ആണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിന്നീട് വന്ന പ്രിയതമ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ 2ാമത്തെ ഭാര്യക്കും 66 വയസ്സാണ്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഇന്റൻഷൻ എന്തായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 66 വയസ്സുകാരിയായ ഒരു സ്ത്രീയുമായിട്ട് തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ മറ്റു ആനന്ദങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാളുമേറെ തന്റെ പൊന്നുമക്കളെ ഖദീജയെ പോലെ നോക്കി നടത്താനും ഒരു ഉമ്മയെപ്പോലെ നിൽക്കാനും ഈ സ്ത്രീക്ക് സാധ്യമാകും എന്നതായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ചപ്പാട്. അവരൊരു വിധവയായിരുന്നു. പിന്നെ വന്നതിൽ ആകെ ഒരേ ഒരാൾ മാത്രമാണ് ഒരു കന്യകയായി വന്നത്. അത് ആയിഷത്തു സിദ്ദീഖയാണ്. മഹാനായ പ്രവാചകന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ചെറുപ്പക്കാരിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതീവ ബുദ്ധിമതിയായിരുന്നു. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രം ഇന്ന് നാം ഈ പറയുന്നതൊക്കെ പറയാൻ, ഇസ്ലാമിക വിജ്ഞാന സാഗരത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായ പലതും ലഭ്യമാകാൻ
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയതമ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ വലിയ മിടുക്കിയായിരുന്നു. ആയിഷ പലപ്പോഴും മസ്അലകൾ ചോദിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. നബി തിരുമേനിയുടെ ഒരു പ്രബോധനത്തിന്റെ ഒരു മാധ്യമമായി നിന്നിരുന്നു ആയിഷത്തു സിദ്ദീഖ. ചിലപ്പോൾ സ്ത്രീകൾ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ ആ സംശയത്തിന് ഏറ്റവും ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞിരുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയതമ ആയിഷത്തു സിദ്ദീഖയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ആദ്യം ഖദീജ, പിന്നെ സൗദത്ത് ബിന്തു സംഅ റളിയല്ലാഹു തആല അൻഹയാണ്. അവർക്കും ഉണ്ടായിരുന്ന പ്രായം ഇതായിരുന്നു. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഓരോരുത്തരുടെയും കഥ അതാണ്. നബി ചെയ്തത് അവിടെയെല്ലാം വിധവാ സംരക്ഷണമായിരുന്നു. വിധവകളുടെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ചില കുടുംബ ബന്ധങ്ങൾ ചേർക്കലും ഇസ്ലാമിക പ്രചരണത്തിന് ആവശ്യമായി വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത് ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഏറ്റെടുത്തു. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. വൈധവ്യം ഒരു തീരാവേദനയായി ജീവിക്കുന്നിടത്ത് വിധവ ഒരു സമൂഹത്തിന്റെ ഭാണ്ഡക്കെട്ടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിൽ പലപ്പോഴും അങ്ങനെയാണ് പലരും കരുതാറുള്ളത്. ഭർത്താവ് മരിച്ചാൽ അതോടൊപ്പം തന്നെ ചെന്ന് ആ ചിതയിലങ്ങ് ചാടിയിട്ടില്ലെങ്കിൽ അവൾക്ക് മുക്തിയോ മോക്ഷമോ ലഭ്യമാകില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഒരു ജനാധിപത്യ ഇന്ത്യ അതിനെതിരായി അതൊരു നിയമപരമായ ഒന്നല്ല എന്ന് പറഞ്ഞത് മാറ്റിവെക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയിൽ ഇന്നും രൂഢമൂലമായി നിൽക്കുന്ന ഒന്നാണിത്. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണയിൽ സതി വീണ്ടും വന്നു എന്ന് നാം കേട്ടത്. സതി ഒരു ആചാരമായി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഇന്ത്യൻ വീക്ഷണമാണ്. ഭാരതീയ സമൂഹത്തിൽ സ്ത്രീയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വൈധവ്യം ഒരു തീരാ ശാപമാണ്. മുഹമ്മദ് നബിയുടെ വീക്ഷണത്തിൽ വൈധവ്യം കേവലം അത് ഒരാളിൽ നിന്ന് പിന്നെ മറ്റൊരാളിലേക്ക് പോകേണ്ടതാണ്, അല്ലാതെ അവളെങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സായി അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ്, അല്ലെങ്കിൽ പോരടിക്കുന്നവനെ പോലെയാണ് വിധവയെയും അതുപോലെ തന്നെ അനാഥ മക്കളെയും ഒരുമിച്ച് സംരക്ഷിക്കുന്നവൻ, അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നവൻ. നബി തിരുമേനി ഒരു സ്വഹാബി മരിച്ചു എന്നറിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാറുള്ളത്, ആ സ്വഹാബിയുടെ സ്ത്രീയെ അവരുടെ ഇദ്ദാകാലം കഴിഞ്ഞതിനു ശേഷം അവരെ ഏതെങ്കിലും ഒരു സ്വഹാബിയെ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുക എന്നതിൽ നബി തിരുമേനി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ ഇന്ന് ആലോചിക്കണം, ഇന്ന് ലോകത്തെ കണക്ക് പ്രകാരം പറഞ്ഞാൽ ലോകത്ത് ഈ ഇന്റർനാഷണൽ പിന്നെ ആഗോളാടിസ്ഥാനത്തിൽ ഏതാണ്ട് 245 മില്യൺ വിഡോസ്, 245 ദശലക്ഷം, അങ്ങനെ അത്ര ദശലക്ഷക്കണക്കിന് വരുന്ന വിധവകളുണ്ട് എന്നാണ് 2010 കണക്ക്. 2010 കണക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണല്ലോ അതിന്റെ സർവേകൾക്ക് സമയം വേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഏറ്റവും അടുത്ത കണക്ക് എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. ഈ വിധവകൾക്ക് കൂടെ എത്ര കുഞ്ഞുങ്ങൾ? 500 മില്യൺ, അതായത് 500 ദശലക്ഷം വരുന്ന കുഞ്ഞുങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ ഈ വിധവകൾക്കൊപ്പം ജീവിക്കുന്നു എന്നാണ് കണക്ക്. എക്സ്ട്രീം പോവർട്ടി എന്നാണ് കണക്ക്. അതീവ ദാരിദ്ര്യം, കടുത്ത ദാരിദ്ര്യം. അങ്ങനെ ഒരു ദാരിദ്ര്യവും സാമൂഹികമായ അർത്ഥത്തിലുള്ള ആ ഒരു വലിയ കുഴപ്പവും ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് അവരെ തള്ളിവിടണമെന്നാണോ നാം പറയേണ്ടത്? അതല്ല, ആ സ്ത്രീക്കും അപമാനിതയാകാതെ, അവൾക്കും അവമതിക്കപ്പെടാതെ, അവൾക്കും മാറ്റി നിർത്തപ്പെടാതെ മറ്റൊരു പുരുഷന്റെ കൈപിടിച്ചു നടക്കാനും അവന്റെ തണലിൽ ജീവിക്കാനും, അവരുടെ കുഞ്ഞുങ്ങൾ അനാഥത്വത്തിന്റെ ഭാണ്ഡം പേറാതെ ഒരു പിതാവിനെ പോലെ സംരക്ഷിക്കുന്ന ഒരു മാന്യനും സഹൃദയനുമായ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാനും സാധ്യമാകുന്നതിനേക്കാൾ വലിയ വലിപ്പം എന്താണ്? അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവിൽ ഖായിമിൽ ലൈൽ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നവൻ, രാത്രിയിൽ നമസ്കരിച്ച നിരന്തരമായ നമസ്കാരത്തിൽ കാലുകൾക്ക് നീര് വന്ന മുഹമ്മദ് നബിയെ പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നമസ്കരിക്കുന്നവൻ. അതുപോലെ തന്നെ അസ്വാഇമുൻ നഹാർ, പകല് നോമ്പ് നോക്കുന്നവർ. അതിനേക്കാളും വലിയ അമല് നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ പാവപ്പെട്ട വൈധവ്യങ്ങളുടെയും പാവപ്പെട്ട അനാഥത്വത്തിന്റെയും കൂടെ നടക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, യുദ്ധം പക്ഷെ നൈതികതയുടേതായിരുന്നു. പക്ഷെ ആ യുദ്ധം കഴിയുമ്പോൾ ചിലപ്പോൾ
ഇതുപോലെ സ്ത്രീകൾ വിധവയാക്കപ്പെടുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പിതാക്കളില്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അവിടെ വ്യസനിച്ചു നിന്നിരുന്ന ഒരാൾ അത് അള്ളാഹുവിന്റെ റസൂലാണ്. നിങ്ങൾ യുദ്ധം ചെയ്യാത്ത, കർമ്മം ചെയ്യാത്ത, അത്തരം അനുഷ്ഠാനങ്ങളുടെ ഒന്നും പിന്നാലെ പോകാത്ത, രാജ്യഭരണം നടത്താത്ത, രാഷ്ട്രീയ തന്ത്രജ്ഞത അറിയാത്ത, ന്യായാധിപ സ്വഭാവം അറിയാത്ത, സാമ്പത്തിക വിനിമയക്രമങ്ങളുടെ വസ്തുതകളെക്കുറിച്ച് പറയാത്ത ഒരാളെയാണ് പ്രതീക്ഷിക്കുന്നതിൽ അവിടെ മുഹമ്മദ് ഇല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം തന്ത്രജ്ഞത അറിയുന്ന, സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ വഴികളിലും നിലനിൽക്കുന്ന, അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അവിടെ മുഹമ്മദ് മുസ്തഫയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് എല്ലാത്തിനും മാതൃക എന്ന് അള്ളാഹു പറഞ്ഞത്. എല്ലാത്തിനും മാതൃക, എല്ലാ ജീവിത വഴികളിലും മാതൃക. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക? ഒരാൾ ആത്മീയവാദിയാണ്, അയാൾ പള്ളിയിൽ മാത്രമേ ഇരിക്കൂ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലേ ഇരിക്കൂ, അല്ലെങ്കിൽ ഏതോ കാനനത്തിന്റെ ആരും കാണാത്ത ഒരു വൃക്ഷത്തലപ്പിന്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ നിരന്തരമായ പ്രാർത്ഥനയിലാണ്. അദ്ദേഹം കുറെ സതുപദേശം നൽകും. നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, യുദ്ധം ചെയ്യരുത്, ഒരു ജീവിയെപ്പോലും കൊല്ലരുത്, ഒരു ജീവിയെപ്പോലും കൊല്ലരുത് എന്ന് പറയുന്നിടത്ത് നിന്ന് അതേ അർത്ഥത്തിലുള്ള ഉപദേശങ്ങൾ കിട്ടപ്പെട്ടവർ പിന്നെ ആളുകളെ ചുട്ടനെ അങ്ങനെ കൊണ്ടുപോയി അങ്ങ് ചുട്ടുകളയുന്ന രീതിയും നമ്മൾ കാണുന്നു. എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെടാത്തടത്ത്, എങ്ങനെ സാമൂഹിക മര്യാദകൾ വേണമെന്ന് പഠിപ്പിക്കപ്പെടാത്തടത്ത്, എങ്ങനെയാണ് യുദ്ധാനന്തര സ്വത്തുക്കളുടെ വീതം വക്കലുകളിൽ സമൂഹത്തിന് എത്രത്തോളം പ്രയോജനകരമായി അത് നിലനിൽക്കണം എന്ന് പറയപ്പെടാത്തടത്ത് ഇതെല്ലാം സംഭവ്യമാണ്. പക്ഷെ പ്രവാചക ജീവിതത്തിന്റെ ചരിത്രത്തിൽ പ്രവാചകാനന്തരം വന്ന മഹാരഥന്മാരായ ഖലീഫമാരുടെയും അവരുടെ ജീവിതത്തെ തുടർന്നു വന്നവരുടെയും ചരിത്രത്തിൽ നമ്മളത് കാണുന്നേയില്ല. അവിടെയൊക്കെ കണ്ടത് നീതിയാണ്. ശത്രുക്കളുടെ പാളയങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അർത്ഥത്തിൽ അനീതി കാട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചവരായിരുന്നു മഹാന്മാരായ മുൻ ഭരണാധികാരികൾ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പോലും, അദ്ദേഹമാണ് സമർക്കന്ദിലേക്കാണ് സൈന്യത്തെ വിട്ടത്. പക്ഷേ സൈന്യം അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ സൈന്യാധിപൻ ചില പ്രത്യേകമായ വാക്തത്വ ലംഘനം നടത്തി. ആ സൈന്യാധിപന്റെ പരാതി ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കോർട്ടിലെത്തി. ഒരു രാജ്യം പിടിച്ചടക്കിയിരിക്കുകയാണ്. അതന്നത്തെ ഒരു രാഷ്ട്രീയമായ ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് ഏത് രാഷ്ട്രതന്ത്രജ്ഞനായ ഭരണാധികാരിയെയും സംബന്ധിച്ചിടത്തോളം വലുതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വാക്തത്വ ലംഘനത്തിന്റെ ഭാഗമായി അവരെ നിങ്ങൾ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മുസ്ലിം സൈന്യം തിരിച്ചു പോരണം എന്നായിരുന്നു. അങ്ങനെ പറയുന്നൊരു നൈതികതയുടെ കാരണം എന്താണ്? ആ നൈതികതയുടെ കാരണം ഇതൊക്കെ നിർദ്ദേശിതമാണ് എന്നതുകൊണ്ടാണ്, ഇതെല്ലാം നിർദ്ദിഷ്ടമാണ് എന്നതുകൊണ്ടാണ്. ഇങ്ങനെയാണ് പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ അങ്ങനെ പിടിക്കപ്പെടുന്ന സ്ത്രീകളുമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ബന്ധം തന്നെ എത്രമേൽ പവിത്രമായിരുന്നു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടതാണ് സഫിയ ബിന്തു ഹുയൈ. അവരെ കുറിച്ചൊക്കെ ഇന്ന് വലിയ അർത്ഥത്തിലുള്ള പരാമർശങ്ങൾ വരുമ്പോൾ ആലോചിക്കണം. ജൂത സ്ത്രീയായിരുന്നു, പക്ഷേ അവർ അന്നേ പ്രവാചകനെ കുറിച്ച് കേട്ടു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ പ്രിയപ്പെട്ടവനായി കാണുന്ന ഒരു സ്വപ്നം പോലും അവർ കണ്ടു. അങ്ങനെ അവർ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. നബി തിരുമേനി അവരോട് ചോദിച്ചത്, എൻ്റെ ഭാര്യയായി നിങ്ങൾ നിർബന്ധിതമായി വരണം എന്നായിരുന്നില്ല, നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ അവർ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. അതുപോലെയാണ് ജുവൈരിയ ഒരു യുദ്ധത്തിലാണ് വന്നത്. പക്ഷേ അവർ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ ആ കുലീനമായ ജീവിതത്തിന്റെ സൗന്ദര്യം കണ്ട് അവരുടെ പിതാവ്, ഒരു കാലത്ത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നയാൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളെ സ്വീകരിക്കുക മാത്രമല്ല, എൻ്റെ മകളോട് കാണിക്കുന്ന ഈ മനോഹരമായ ഒരു ജീവിത സൗന്ദര്യം കാണുമ്പോൾ ഈ നീതിബോധത്തിന്റെ മുമ്പിൽ നിന്ന് എനിക്ക് പറയാൻ സാധ്യമാകുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്നു തന്നെയാണ്. അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ അത് കൈകാര്യം ചെയ്തത്. കാരണം അതിലെല്ലാം നബി തിരുമേനി കണ്ട ഒരു കാര്യം, തൻ്റെ ജീവിതത്തിൽ തൻ്റെ കൂടെ നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരുമായി അത്തരമൊരു ബന്ധവും ആ ഒരു പ്രണയവും അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഖദീജ, എത്ര കാലം ശേഷം പോലും ഖദീജയെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ വല്ലാതെ വികാര വിജൃംഭിതമാക്കിയിട്ടുണ്ട്. പിന്നെ ബദറിന്റെ രണാങ്കളത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചനദ്രവ്യമായി എല്ലാവരിൽ നിന്നും, യുദ്ധത്തടവുകാരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങുകയാണ്. ഓരോരുത്തർ വന്നു. ചിലർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല.
അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾക്ക് അക്ഷരാഭ്യാസമുണ്ടോ? പ്രവാചകനോട് അവർ പറഞ്ഞു, അക്ഷരാഭ്യാസമുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ അക്ഷരാഭ്യാസം ഒരു മോചനദ്രവ്യമായി ഞാൻ കാണുന്നു. എൻ്റെ അക്ഷരാഭ്യാസികളല്ലാത്ത നിരക്ഷര വിഭാഗത്തിൽപ്പെട്ട എൻ്റെ അനുചരന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക വഴി നിങ്ങൾക്ക് മോചനം തരാം. അതൊരു യുദ്ധമാണ്, സ്വാഭാവികമാണ്. യുദ്ധം ഇന്നൊന്നും നിങ്ങൾ അങ്ങനെ കാണുന്നില്ലേ? ലക്ഷക്കണക്കിന് മനുഷ്യർ കുഴിച്ചുമൂടപ്പെടുകയും ഗോണ്ടാനാമ പോലെയുള്ള തടവറകളിൽ കിടന്ന് ജീവൻ മരണ പോരാട്ടത്തിൽ മരണത്തിന് തുല്യമായ അർത്ഥത്തിലുള്ള ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്നവന്റെ കഥകൾ നിരന്തരം കേൾക്കുന്നു. അതേസമയം ഇവിടെ അവരെ കൊണ്ടുവരുന്നു. ആ തടവ് പുള്ളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്ത് പോലും ഇസ്തൗസൂ ബിൽ ഉസാറ ഖൈറ, നിങ്ങൾ നന്മ ചെയ്യണേ നിങ്ങൾ ആ തടവ് പുള്ളികളോട് എന്ന് മുഹമ്മദ് നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്കാകെ കുറഞ്ഞ വിഭവമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഗോതമ്പും ആവശ്യമായ വിഭവങ്ങളും ഞങ്ങൾ തടവ് പുള്ളികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് ഞങ്ങളുടെ കാരക്കകൾ, ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ കുരു പോലും ചപ്പി ഞങ്ങളങ്ങനെ ജീവിച്ചു. കാരണം നബി തിരുമേനി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് യുദ്ധത്തടവുകാരോട് മാന്യത കാട്ടണം എന്നായിരുന്നു. അങ്ങനെ ഓരോരുത്തരും മോചനദ്രവ്യവുമായി വന്നപ്പോൾ ഒരാൾ ഒരു മാല കൊടുത്തു. ആ മാല കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതുമ്പി കരയാൻ തുടങ്ങി. നബിയുടെ സഹാബാക്കൾ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബി എന്താണ് അങ്ങ് കരയാൻ കാരണം? അങ്ങയുടെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് അബുല്ലാസ് മകളുടെ ഈ മാലയുമായി വന്നു നിൽക്കുന്നു എന്നതിൻ്റെ പേരിലാണോ കരയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അതല്ല ഓർത്തത്. ഞാൻ എൻ്റെ മകളുടെ വിവാഹ ദിനം ഓർക്കുകയായിരുന്നു. ആ വിവാഹ ദിനത്തിൻ്റെ അന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ ഖദീജ അവരുടെ കഴുത്തിൽ നിന്ന് ഈ മാലയെടുത്ത് എൻ്റെ മകൾ കണിയിച്ചു കൊടുക്കുന്ന രംഗം ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ ഖദീജയെക്കുറിച്ചുള്ള ഓർമ്മയിലായിരുന്നു എന്നായിരുന്നു സഹാബാക്കളോട് മുഹമ്മദ് മുസ്തഫ. ആയിഷ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നബി എന്തിനാണ് അങ്ങ് എത്രയോ പ്രായത്താൽ മരിച്ചു പോയിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് പറയാൻ? അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ല ആയിഷ, നിന്നെപ്പോലെ യൗവനയുക്തകളായ സ്ത്രീകൾ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴും ആ വൃദ്ധയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. എനിക്ക് മക്കളെ തന്നത്, എനിക്ക് സമ്പത്ത് തന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാരാബ്ധങ്ങൾക്കിടയിലൂടെയുള്ള നടത്തത്തിൽ എൻ്റെ കൂടെ നടന്നത്, എനിക്കു നേരെയുള്ള ആക്രോശങ്ങൾക്കിടയിൽ ഒരുമിച്ച് ജീവിക്കാൻ ധൈര്യം കാട്ടിയവൾ, എന്നെ പരിഹസിച്ചവന്റെ നേരെ അങ്ങനെ പരിഹാസ്യനല്ല അങ്ങ് എന്ന് പറയാൻ എന്നെ നെഞ്ചു ചേർത്ത് പിടിച്ചവൾ, അവളെ മറന്നുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഇത് സൂചനകൾ തരുന്നത്, പലപ്പോഴും നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കു നേരെയുള്ള ആക്രോശങ്ങളുടെയും വിമർശനങ്ങളുടെയും കഥ കേൾക്കുമ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ ഒരു തലം എന്ന് പറയാനാണ്. കാരണം സ്ത്രീയോട് പ്രവാചകന് അങ്ങനെ ഒരു ആഭിമുഖ്യമുണ്ടായിരുന്നു. ആ ആഭിമുഖ്യം കേവലം ഒരു ശാരീരികമായ അർത്ഥത്തിലുള്ള വളരെ മോശമായ അർത്ഥത്തിലുള്ള ഒരു ആഭിമുഖ്യമല്ല. അവരൊരു പളുങ്കു പാത്രം പോലെ നബി തിരുമേനി കണ്ടു, ശുദ്ധമായൊരു സ്ഫടികം പോലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കണ്ടു. അതുകൊണ്ട് ഭർത്താവുമായി യാത്ര ചെയ്യുമ്പോഴും മഹാനായ പ്രവാചകൻ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ, അവർ പവിത്രരാണ്. അവർ വീണുടഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു സ്ഫടികം പോലെ നിങ്ങൾ അവരെ പ്രത്യേകം കാത്തു നിർത്തണേ എന്ന് സയ്യിദുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് ഓർക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ. മക്കയിലെ ഭീകരമായ പീഡനങ്ങളുടെ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കുമോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇതിനു മുമ്പേ നടന്നുപോയവർ, ഈ വിശുദ്ധ വചനത്തിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ പ്രവാചകന്മാർക്ക് ഇതിനേക്കാൾ കഠിനതരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അള്ളാഹു ഈ സന്ദേശം പൂർത്തീകരിക്കും. ഈ പ്രബോധന മാർഗം പൂർത്തീകരിക്കുമ്പോൾ അങ്ങ് യമനിലെ സൻആയിൽ നിന്നൊരു സ്ത്രീക്ക് ആരെയും ഭയക്കാതെ ഇവിടെ വരാൻ കഴിയുന്നൊരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവും. നോക്കണം നിങ്ങൾ, തൻ്റെ മുമ്പിൽ പീഡനത്തിൻ്റെ ചോരപ്പാടുകൾ നിറഞ്ഞു നിൽക്കുന്ന, അതിൻ്റെ എല്ലാ ദൈന്യതയുമായി നിൽക്കുന്ന സ്വഹാബിയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചത്, ഒന്ന് ദുആ ചെയ്യാനെങ്കിലും എന്ന്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, ഇതൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു ദിനം വരും. അന്ന് ഞാൻ കാണുന്ന സ്വപ്നം ഒരു സ്ത്രീയുടെ സുരക്ഷിതത്വമാണ്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അവൾ വന്ന് ഈ വിശുദ്ധ ഗേഹത്തിന്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യാൻ സാധ്യമാകുന്ന വിധം നിർഭയത്വത്തോടെ അവൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലം, ഇസ്ലാമിക സമൂഹത്തിന്റെ ആ അർത്ഥത്തിലുള്ള അധീശത്വത്തിന്റെ കാലം വരും എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് മറുപടി പറയാനുള്ളൊരു കാലം വരുമെന്നല്ല, നിങ്ങൾ രാജ്യം പിടിച്ചെടുക്കുന്ന ഒരു കാലം വരുമെന്നല്ല, നിങ്ങൾ ഈ ശത്രുവിനെ ജയിക്കുന്ന കാലം വരുമെന്നല്ല, നിങ്ങൾ ജയിക്കുന്ന കാലത്ത് ഏറ്റവും പ്രധാനമായി ഒരു സ്ത്രീക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയുന്ന കാലം വരും എന്ന് പറഞ്ഞയാൽ മുഹമ്മദ് മുസ്തഫയാണ്.
ഭയരഹിതമായി നിങ്ങൾക്ക് അവരെ ഭയരഹിതമായ ഒരു ചുറ്റുവട്ടത്തിൽ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു കാലം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും എന്നായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുമ്പോൾ, നബി തിരുമേനിയുടെ അധ്യാപനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ച ഒരു പ്രഗത്ഭയായ സ്ത്രീയാണ് ആനി ബെസന്റ്. അവരൊരു നാസ്തികവാദിയായിരുന്നു, അവരൊരു ദൈവവിശ്വാസിയൊന്നുമായിരുന്നില്ല. പക്ഷെ അവർ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഈ പരിതാപകരമായ അവസ്ഥയെ അഭിസംബോധന ചെയ്തു. അവർ യൂറോപ്പിലെ സ്ത്രീകളെയും കുറിച്ച് പറഞ്ഞു. പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു, ഇസ്ലാമിലെ സ്ത്രീയെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ അവരെത്രയോ ഭാഗ്യവതികളാണ്, അവരെത്രയോ വിശുദ്ധരാണ്, അവരെത്രയോ സ്വതന്ത്രയാണ്, അവരെത്രയോ സുരക്ഷിതത്വമുള്ളവരാണ്. ഐ ഓഫൻ തിങ്ക് ദാറ്റ് വിമൻ ഈസ് മോർ ഫ്രീ ഇൻ ഇസ്ലാം ദൻ ഇൻ ക്രിസ്ത്യാനിറ്റി. വിമൻ ഈസ് മോർ പ്രൊട്ടക്റ്റഡ് ബൈ ഇസ്ലാം ദൻ ബൈ ദ ഫെയ്ത്ത് വിച്ച് പ്രീച്ചസ് monogamy. In Al-Quran, the law about Muhammad, the law about women in just and liberal is just and liberal. അവർ പറഞ്ഞു, ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഐ ഓഫൻ തിങ്ക്, ഞാൻ വല്ലാതെ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇസ്ലാമിലെ സ്ത്രീ എത്ര സുരക്ഷിതയാണ്. മറ്റു മതങ്ങളിൽ ഒരേ ഒരു ഭാര്യ മാത്രം മതിയാകും എന്ന് പറയുന്നവിടത്ത് നിന്ന് എത്രയോ സുരക്ഷിതയും എത്രയോ സ്വതന്ത്രയുമാണ് അവൾ. കാരണം ഖുർആൻ നോക്കുമ്പോൾ, ഇനൽ ഖുർആൻ ദ ലോ അബൌട്ട് വിമൻ, സ്ത്രീയെക്കുറിച്ച് പറയുന്ന നിയമങ്ങൾ മുഴുവൻ നോക്കുമ്പോൾ ഇസ് ജസ്റ്റ്, അത് നീതി മാത്രമാണ്, ആൻഡ് ലിബറൽ, അത് വളരെ സ്വതന്ത്രമായ ഒരു ചിന്താധാരയാണ്. സ്ത്രീക്ക് അങ്ങനെ ഒരു കുടുസായ ചിന്തയല്ല അള്ളാഹു കൊടുത്തത്. അവൾക്ക് സ്വത്തധികാരം ഉണ്ടാവാതിരുന്ന ഒരു കാലത്താണ് ഇവൾക്ക് സ്വത്തധികാരമുണ്ടെന്ന് പറഞ്ഞത്. വിധവയായി വെറും കയ്യോടെ പുറത്തിറങ്ങി നടക്കേണ്ടി വരുന്നിടത്ത് നിന്നാണ് ഭർത്താവ് മരിച്ചവൾക്ക് മക്കളില്ലെങ്കിൽ 4/1, മക്കളുണ്ടെങ്കിൽ 8/1 കൊടുത്ത് അവളുടെ അവകാശം ആ രീതിയിൽ അവൾക്ക് സാമ്പത്തികാധികാരമുണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത്. ലോകത്ത് ആ സമയത്ത് ആരും അത് പറഞ്ഞിട്ടില്ല. ലോകത്ത് ഇന്നും അങ്ങനെയൊക്കെ പറയുന്നിടത്ത് മടിച്ചു നിൽക്കുകയാണ് പലരുമെങ്കിൽ അവൾക്ക് സ്വത്തധികാരത്തിന്റെ കാര്യത്തിൽ ആ അധികാരം അവൾക്ക് മാത്രം നിക്ഷിപ്തമാണ് എന്ന് പറയുന്നിടത്ത് ഇസ്ലാം ജയിച്ചു നിന്നു. നിങ്ങൾ ഓർക്കണം, 2005 പിതാവിന്റെ സ്വത്തിൽ കൃത്യമായ അധികാരമുണ്ട് എന്ന് നിയമം വഴി ഇന്ത്യയുടെ പാർലമെന്റ് ഹിന്ദു പെൺകുട്ടിക്ക് പാസാക്കി കൊടുക്കുന്നത്. ഹിന്ദു ഇൻഹെറിറ്റൻസ് ലോ പലപ്പോഴും അത്തരത്തിൽ പലതും വിവേചനങ്ങളാൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ പരിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പ്രഗത്ഭമതികൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇസ്ലാം കാണിച്ചു തന്ന മുഹമ്മദ് ലോ ഇൻ ഇറ്റ്സ് റിലേറ്റീവ് ടു വിമൻ ഈസ് എ പാറ്റേൺ ടു യൂറോപ്യൻ ലോ. യൂറോപ്യൻ ലോ ശരിക്കു പറഞ്ഞാൽ കടമെടുത്തത് മുഹമ്മദ് ലോയാണ്. ലുക്ക് ബാക്ക് ടു ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം. ഇസ്ലാമിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ, ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്ക്. You will find that the women have often taken lead in places on the throne, in the battlefield, and in politics and literature and poetry. കവിതയിലും സാഹിത്യത്തിലും ഭരണരംഗത്തും യുദ്ധനൈപുണ്യതയുടെ കാര്യത്തിലും ഒരു കാലത്തെ സ്ത്രീ ഇസ്ലാമിൽ അവർ നടത്തിയ ചരിത്രപരമായ നിയോഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രഗത്ഭയായ ആനി ബെസന്റ് മുസ്ലിം സ്ത്രീയുടെ ഈ മഹത്വം, അവരുടെ ഈ അർത്ഥത്തിലുള്ള അവരുടെ അവകാശാധികാരങ്ങളുടെ വലിപ്പം സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ രീതിയിൽ വിധവയുടെ കാര്യത്തിൽ, സ്ത്രീയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അള്ളാഹു അവന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു അവളെ സ്നേഹിക്കണം എന്ന്. നോക്കൂ നിങ്ങൾ, മവദ്ദത്ത്, റഹ്മത്ത് എന്ന് പറയുന്ന പ്രയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ആ 2 അതായത് കാരുണ്യവും സ്നേഹവും അള്ളാഹു നിങ്ങൾക്ക് അങ്കുരിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യം പറയുന്നു. ഒന്ന്, ഏതു കാലത്തെയും ഏതു ജീവിത കാമനകൾക്കും ഇടയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുമ്പോഴുണ്ടായിത്തീരേണ്ട അവരുടെ 2 പേരുടെയും ഇടയിലെ ലൈംഗിക മോഹങ്ങളുടെ പൂർത്തീകരണം അനിവാര്യമാകുന്നു എന്നാണ്. അങ്ങനെ പറയുന്നത് ഒരു പക്ഷേ ഒരു മ്ലേച്ഛമായ ബോധമായി ചിലർ കാണുമെങ്കിൽ അതൊരു സുന്ദരമായ ഒരു സ്വപ്നമായി മുഹമ്മദ് മുസ്തഫ കാണുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവളെ സമീപിക്കുമ്പോൾ അതൊരു കൂലിയുള്ള കാര്യമെന്ന് സയ്യിദുനാ റസൂൽ പറയുന്നത്. എത്ര വിശദീകരിക്കണം എന്നെനിക്കറിയില്ല. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഈ സാമൂഹിക ദാമ്പത്തിക തകർച്ചകളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന ഒന്നുകൂടിയാണ് ഈ ദുരന്തം. അവിടെ ഈ പറയാൻ, ഇത് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരു സമയവും കാണാത്തൊരു പറ്റം ആളുകൾ. മറ്റൊന്ന് കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറയുന്നത് ചില മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, അത് ജീവിതാന്ത്യം വരെ തൻ്റെ പ്രിയപ്പെട്ടവളുമായി കൈപിടിച്ചു പോകാൻ കഴിയുന്ന ഒന്നാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ താൻ പ്രതീക്ഷിച്ച സൗന്ദര്യത്തിലേക്ക് പിന്നീട് കാലം അവളെ മാറ്റിമറിക്കുമ്പോൾ അതോടെ ഇട്ടേച്ചു പോകുന്നവനല്ല. ജീവിതത്തിന്റെ അവസാനത്തെ തുടിപ്പ് വരെയും
തൻ്റെ പ്രിയപ്പെട്ടവളുമായി ചുണ്ടു ചേർത്തു വെക്കാൻ കഴിയുന്ന സ്നേഹം, ആ സ്നേഹത്തെയാണ് അള്ളാഹു മവദ്ദത്ത് എന്ന് വിളിച്ചത്. ആ സ്നേഹത്തെയാണ് അള്ളാഹു റഹ്മത്ത് എന്ന് വിളിച്ചത്. ആ രണ്ടും കൂടിച്ചേരുമ്പോഴാണ് കുടുംബം എന്നതിന് അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ അടിത്തറ പാകാനാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ രീതിയിൽ സ്ത്രീത്വത്തിന്, ദാമ്പത്യത്തിന്, ഇനി അതിനേക്കാളും അപ്പുറം അതൊക്കെ ഉണ്ടാക്കുന്ന അധാർമികമായ പ്രശ്നങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള കൃത്യമായ മാതൃകകൾ കാണിച്ചു തന്ന് ധാർമ്മികതയുടെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ നിലനിർത്തി കുടുംബജീവിതം ഭദ്രമാക്കി ആ കുടുംബമില്ലാതെ പോകുന്ന ചില ദുരന്തങ്ങളിൽ കൈപിടിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ സാധ്യമാകുന്ന വിധം നിർത്തി അള്ളാഹുവിൻ്റെ ദീൻ കാണിച്ചു തരുന്ന ഈ സമഗ്രതയോട് തുല്യം നിൽക്കാൻ ആരാണ് മറ്റൊരു ദർശനവുമായി വരുന്നത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹു കാര്യം ബോധ്യപ്പെടാൻ അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.